വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടും സാങ്കേതിക സർവകലാശാല ബിടെക് പരീക്ഷ ഓൺലൈൻ സംവിധാനത്തിൽ തന്നെ നടത്താൻ തീരുമാനം. ബിടെക് 1ഉം 3ഉം പരീക്ഷകൾ ഡിസംബർ 13-ന് തുടങ്ങും. സർവകലാശാല നടപടിയെ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഗവർണർക്ക് പരാതി നൽകി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഇടപെട്ട് മാറ്റിവെച്ച 1-3 സെമസ്റ്റർ ബിടെക് പരീക്ഷകൾ ഈ മാസം 13 തുടങ്ങാൻ തീരുമാനിച്ചു. ചോദ്യപേപ്പറുകൾ ഓൺലൈൻ രീതിയിൽ അയക്കാനുള്ള സർവകലാശാല തീരുമാനം മന്ത്രി അംഗീകരിച്ചതോടെയാണ് മാറ്റിവെച്ച പരീക്ഷയുടെ പുതുക്കിയ തീയതി സർവകലാശാല പ്രഖ്യാപിച്ചത്. ഇതേ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഗവർണറെ കണ്ട് പരാതി നൽകി. ഈ എക്സാമിനേഷൻ ജനുവരി മാസത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. പ്രൈവറ്റ് ഏജൻസികൾക്ക് ഓൺലൈനായിട്ട് പരീക്ഷ നടത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെയുള്ള മാൽ പ്രാക്ടീസിന് സാധ്യതകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ അതിനുള്ള മുൻകാല ചരിത്രമുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ്, പ്രത്യേകിച്ച് സ്വാശ്രയ കോളേജുകളിലേക്കൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഓൺലൈനായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഓൺലൈൻ പരീക്ഷകൾ പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് ABVP ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെയും അധ്യാപക സംഘടനകളുടെയും എതിർപ്പിനെ അവഗണിച്ചാണ് സർവകലാശാല ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് പരീക്ഷ നടത്തിയാൽ സുതാര്യത നഷ്ടപ്പെടുമെന്നും ഓൺലൈൻ സംവിധാനം വഴി സ്വന്തം നിലയിൽ പരീക്ഷ നടത്താൻ സർക്കാരിന് സാധിക്കില്ലെന്നും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒപ്പം ചോദ്യപേപ്പർ ചോർന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓൺലൈൻ ചോദ്യപേപ്പറിൽ പരീക്ഷ നടത്താനുള്ള തീരുമാനത്തെ നേരത്തെ അധ്യാപക സംഘടനകൾ എതിർക്കുകയും വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. പരാതി നൽകിയിട്ടും പരാതിക്ക് അനുസൃതമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല.